കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറ. ദേവിക ചിന്ന പെൻഡ്രൈവ് അന്വേഷിച്ചു. അതിന്റെ പേരില് ചേച്ചി വലിയ ബഹളം ഉണ്ടാക്കി. അതാകെ കുഴപ്പമാവുന്ന ലക്ഷണമാ. എന്ത് കുഴപ്പം? എടാ, പെൻഡ്രൈവ് അന്നേ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇനി അതിനെ ചൊല്ലി ദേവിക പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആ പെൻഡ്രൈവ് ഇനി അവർക്ക് കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അച്ഛനെ പെൻഡ്രൈവ് എടുത്ത് മാറ്റിയതൊക്കെ CCTV പതിഞ്ഞതല്ലേ? പെൻഡ്രൈവ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഋഷിയേട്ടനും ദേവികേച്ചിയും കൂടി ഇന്ന് CCTV ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് എന്തായടാ? എന്താവാൻ? ആ ഫുട്ടേജ് അവര് പരിശോധിച്ചാ അച്ഛൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാനത് മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് അവർക്കാർക്കും സംശയം വരാത്ത രീതിയിൽ കൺട്രോൾ റൂമിൽ കയറി ഞാൻ ആ ഫുട്ടേജ് മായ്ച്ചു കളഞ്ഞു. ഓ, അതേതായാലും ഭാഗ്യവേ. നീ അവസരത്തിനൊത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. ആ, അങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. അച്ഛൻ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഏത് സമയവും പിടിക്കപ്പെടാവുന്ന അവസ്ഥയിൽ തന്നെയാ അച്ഛൻ ഇപ്പോഴും ഉള്ളത്. ഈ അടുത്തൊന്നും ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര കഷ്ടായി പോയല്ലോ. ആ, ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്നും ഇങ്ങനെ ഭയപ്പെട്ട് കഴിയാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഉടനെ ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ മതിയാവും. അതെ, ആരും നമ്മൾ സംശയിക്കാതിരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അല്ല, എന്തായിരുന്നു ആ പെൻഡ്രൈവിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം? അല്ല, അത് ഞാൻ ചെയ്ത ചില പ്രവൃത്തികളുടെ CCTV വിഷ്വൽസ് ആണ്. എനിക്ക് ആപത്താവുന്ന ചില രേഖകൾ അതായിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് ഇനി ആ തെളിവിനെ കുറിച്ചുള്ള പേടിയൊന്നും വേണ്ട. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ട്. സിന്ധു, അവനെ ഭയപ്പെടണം. അവന്റെ രോഗം ഭേദമായാൽ നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അവന്റെ രോഗം ഭേദമാവാൻ പാടില്ല. അതുപോലെ അവൻ സ്ഥിരമായി ഓഫീസിൽ വന്നാൽ അതും നമുക്ക് അപകടമാവും. അതുകൊണ്ട് അവൻ ഓഫീസിൽ വരുന്നത് ഒഴിവാക്കണം. അതിന് നീ തടയിടണം.